കോടതി വിധിക്ക് പിന്നാലെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് മുനമ്പം സമരസമിതി. എതിർകക്ഷികൾ അപ്പീലിന് പോകുമോ എന്നതിൽ ഭയമില്ല എന്നും സമരസമിതി അറിയിച്ചു. മുനമ്പത്തു നിന്നും അമൽ സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇനി. കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് മുനമ്പത്തെ ജനതയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി പ്രസ്താവം തന്നെ ഉണ്ടായിരിക്കുന്നു. മുനമ്പത്തെ ഭൂമി വഖഫ് അല്ല, വഖഫ് ഭൂമിയല്ല എന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശം ഇവർക്കേറെ പ്രത്യാശ നൽകുന്നതാണ്, പ്രതീക്ഷ നൽകുന്നതാണ്, ആശ്വാസകരമാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് ഉന്നത തലത്തിലുള്ള ഒരു യോഗം ചേർന്നത്. ഇതിന്റെ ഭാഗമായി അടുത്ത ദിവസം വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമെന്നും തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നുമാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഈ ഒരു സന്ദർഭത്തിൽ മുനമ്പത്തെ സമരത്തിന്റെ നെടുനായകത്വം വഹിക്കുന്നവരിൽ പ്രധാനിയായ ബെന്നി പള്ളിപ്പുറം നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഈ ഒരു സമരത്തിന്റെ വലിയൊരു കാലം താങ്കൾ ഇതിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഈ ജനങ്ങൾക്ക് ഇവരുടെ ഒരു പ്രതിഷേധത്തിന്റെ അല്ലെങ്കിൽ ഇവരുടെ പ്രതീക്ഷയുടെ ഒക്കെ ഭാഗമായി താങ്കൾ അതിന്റെ സാക്ഷിയാണ്. എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? 2022 ജനുവരി 13 ഞങ്ങൾ ഈ വിഷയം ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞ് വില്ലേജ് അറിയുന്നത്. അന്ന് മുതൽ ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ ഡോക്യുമെന്റ്സും നിരത്തി ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് എല്ലാ അധികാരികളുടെയും കോടതികളിലും ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദമായ പഠനത്തിനും അന്വേഷണത്തിനും ശേഷം സുപ്രീം കോടതിയുടെ ഓരോ വിധികളും പരിശോധിച്ച് ഈ ഭൂമി വഖഫ് ഭൂമിയല്ല, മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല, ഫറൂഖ് കോളേജിന് ദാനം കിട്ടിയ ഭൂമിയാണ് എന്ന് വ്യക്തമായി അടിവരയിട്ട് പറയുന്നു. അതുകൊണ്ട് ഈ വഖഫ് രജിസ്റ്ററിൽ നിന്നും മാറ്റി ഞങ്ങളുടെ ശാശ്വതമായ പരിഹാരം ഞങ്ങൾക്ക് തരണം, ഞങ്ങളുടെ എല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിച്ചു തരണം. ഇപ്പോ ഏറെക്കാലത്തെ ഒരു ശ്വാസം മുട്ടലിനാണ് ഒരു അറുതി വരാൻ പോകുന്നത്. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. ഇതിപ്പോ കോടതി പറഞ്ഞല്ലോ ഇതൊക്കെ വഖഫ് ഭൂമിയല്ലെന്ന്. അപ്പൊ ഞങ്ങളാ ഈ പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്തുന്നതിനാണ് ഞങ്ങൾക്ക് സാധിച്ചു തന്നെ ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് നേടിത്തരണം. അതാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ എതിർഭാഗത്തുള്ള ആളുകൾ അപ്പീലുമായി പോകും, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഭയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് ഭയമില്ല. കാരണം ഏത് കോടതി ഇത് വിശദമായിട്ട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും പെർമനന്റ് ഡെഡിക്കേഷനായ ഒരു വസ്തു മാത്രമേ വഖഫായിരിക്കുകയുള്ളൂ. ഇത് കണ്ടീഷൻ വ്യക്തമായി വെച്ചിട്ടുണ്ട് അതിൽ. അതായത് എനിക്കും എന്റെ സന്തതി പരമ്പരകൾക്കും തിരിച്ചെടുക്കുന്നതിനുള്ള ഓപ്ഷൻ അതിൽ കാണിച്ചിരിക്കുന്നു. അത് സിദ്ദിഖ് സേഠ് എഴുതി കൊടുത്ത ആധാരത്തിലുള്ളത് കൊണ്ട് അത് വഖഫ് പ്രോപ്പർട്ടി അല്ല. അത് ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമരസമിതിക്കും ഇവിടെ സമരം ചെയ്ത ജനങ്ങൾക്കും. അതിന് ഇടയിൽ പലതരത്തിലുള്ള ബില്ലുകൾ വന്നു, വഖഫ് ഭേദഗതി ബില്ലുകൾ വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പല ഘട്ടങ്ങളിലൂടെ ഈ സമരത്തിന് പരിണാമമുണ്ടായി. ഇപ്പോൾ ഈ മുനമ്പത്തെ ജനതയ്ക്ക് അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് ലഭിക്കും എന്ന ഉറച്ച ഒരു വിശ്വാസമുണ്ട്. അതിലേക്കുള്ള നടപടികളുമായിട്ടാണ് സംസ്ഥാന സർക്കാരും മുന്നോട്ട് പോകുന്നതെന്ന് തന്നെയാണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറാമാൻ വിനോദ് മേലിലേക്കൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.